अमर कहानी ब्रह्मा की, अमर कहानी ब्रह्मा की। स्वर्णिम दुनिया लाएगी, स्वर्णिम दुनिया लाएगी। उनकी त्याग तपस्या सेवा, उनकी त्याग तपस्या सेवा शिव की झलक दिखाएगी। अमर कहानी ब्रह्मा की। विश्व शांति की क्रांति इस धरती पर लाई, बदलेगा इतिहास विश्व का ये धरती ने अंगड़ाई। लेकर झंडा हाथ में शिव का, लगा विश्व कल्याण में, लगा दिया तन मन धन अपना मानव के उत्थान में। हो संसार परिवर्तन अब, हो संसार परिवर्तन अब, कली कली अब मुस्काएगी। अमर कहानी ब्रह्मा की। शिव सेनानी बाबा ने मानव को नया मोड़ दिया। ഓം ശാന്തി. ഇന്നലെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയെ ബാബയുടെ ഈ ജ്ഞാനത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ബാബയുടെ സേവാധാരികളായ മക്കൾ പല യുക്തികളിലൂടെ എക്സിബിഷനായിട്ടും ഗവൺമെൻറ്റിന് നിവേദനങ്ങളായി ലെറ്ററുകളുടെ രൂപത്തിലും ആ സമയത്ത് ഭാരതത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിലേക്ക് ഈശ്വരീയ കാര്യത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ബാബയുടെ ജ്ഞാനം ഭാരതീയരുടെ മുഴുവൻ, ഈ രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ഉദ്ധാരണത്തിന് എങ്ങനെ ഓരോ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ആധ്യാത്മിക ജ്ഞാനത്തിലൂടെ ഉന്നതി ഉണ്ടാകും, അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ബാബയുടെ മക്കളുടെ സേവാധാരികളുടെ ഓരോ ചുവടുവയ്പ്പുകളെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഗവൺമെൻറ്റിന് സന്ദേശം നൽകുമ്പോൾ ഏത് തരത്തിൽ സന്ദേശം നൽകിയിരുന്നു അതിനെക്കുറിച്ച് ഇനി നമുക്ക് കേൾക്കാം. യഥാർത്ഥത്തിൽ മതം ഒന്നേയുള്ളൂ, അത് സഹോദര സ്നേഹം, അക്രമരാഹിത്യം, ആത്മനിയന്ത്രണം, ബ്രഹ്മചര്യം, ഈശ്വരനോടുള്ള പിതൃസ്നേഹം ഇവയിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ഇന്ന് ഗവൺമെൻറ് ഈ അടിസ്ഥാന തത്വങ്ങളെല്ലാം വലിച്ചെറിയുന്നു. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇതുവഴി സ്വയം തൻ്റെ തന്നെ അസ്തിത്വത്തിൽ കോടാലി വയ്ക്കുകയാണവർ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യത്നിച്ച മഹാത്മാഗാന്ധിജിക്ക് നന്നായി അറിയുമായിരുന്നു ഗീതാ തത്വങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അതിന് എത്രമാത്രം ആവശ്യമായിരുന്നു എന്ന്. ഗാന്ധിക്കറിയാമായിരുന്നു. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ട് ഗീതാ തത്വങ്ങൾ ഓരോരുത്തരും എത്രത്തോളം മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്ന് ഗാന്ധിജിക്ക് സ്വയം ബോധ്യപ്പെട്ടിരുന്നു. ഇന്ന്
ആത്മീയ സ്വാതന്ത്ര്യം നേടി ആത്മാവിൻ്റെ അധികാരികളാക്കാൻ ഗവൺമെൻറ് ഗീതാ തത്വങ്ങളെ അനുസരിക്കുക മാത്രമല്ല, അതിലും എത്രയോ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. സർവശാസ്ത്ര ശിരോമണി ഗീത അതേത് മതക്കാരും അനുവർത്തിക്കേണ്ടതാണ്. ഗീതാജ്ഞാനം, കാരണം ഗീതാജ്ഞാനം അല്ലേ ഭഗവാൻ ഈ ഭൂമിയിലുള്ള സർവ മനുഷ്യാത്മാക്കൾക്കും വേണ്ടി പ്രദാനം ചെയ്തതാണ്. അപ്പോൾ സർവധർമ്മത്തിൽ പെട്ടവരും ആത്മസ്വരൂപത്തിൽ എല്ലാവരും ബാബയുടെ മക്കളാണല്ലോ. അപ്പോൾ ഏതൊരാത്മാവിനും ശരീരമെടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനുവർത്തിക്കേണ്ട ജീവിത മര്യാദകൾ, ഈ പ്രപഞ്ച നിയമങ്ങളും മര്യാദകളും കർമ്മത്തിൻ്റെ അതീവഗുഹ്യ രഹസ്യങ്ങളും അടങ്ങിയതാണല്ലോ ഗീതാജ്ഞാനം. അതേത് മതക്കാരും അനുവർത്തിക്കേണ്ടതാണ്. കാരണം 5000 വർഷങ്ങൾക്ക് മുൻപ് ഈശ്വരൻ സ്വയം സൃഷ്ടിയിൽ അവതരിച്ച് ഉച്ചരിച്ച മഹാവാക്യങ്ങളാണ് ഗീതയിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് തെളിവുകൾ സഹിതം മറ്റുള്ളവർക്ക് എന്ന് ബോധ്യമാകുന്നോ, അതായത് ഗീതാജ്ഞാനം ശിവബാബയുടെ മഹാവാക്യങ്ങളാണ് എന്നെപ്പം ബോധ്യമാകുന്നോ അപ്പോൾ മറ്റു മതസ്ഥരും ഗീതയിൽ അടങ്ങിയിരിക്കുന്ന ജ്ഞാനം അംഗീകരിക്കും. കാരണം ഗീതാജ്ഞാനദാതാവും ഗീതാജ്ഞാനവും ഒന്ന് തന്നെയാണല്ലോ. എല്ലാവർക്കും ഒരു ബാബയാണ് പരമാത്മാ. ആ പരമാത്മാവിൻ്റെ മഹാവാക്യമാണ് ഗീതാജ്ഞാനം. പിന്നെ ഭാരതത്തിൽ പവിത്രത പുനഃസ്ഥാപിക്കുന്നതിന് ഗവൺമെൻറ്റിന് ഒരു പ്രയാസവും ഉണ്ടാകില്ല. ഇതേപ്പറ്റിയെല്ലാം പഠിക്കാൻ നിഷ്പക്ഷമായൊരു കമ്മീഷനെ നിയമിക്കേണ്ട കാര്യവും ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞു. അപ്പോൾ പരമാത്മാവ് തന്നെയാണ് ഈ ഗീത ഉപദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ നിസ്സന്ദേഹമായ തെളിവുകളും ഞങ്ങൾ നൽകുന്നതാണ്. ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്തു, നിങ്ങളിതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഒരു കമ്മീഷനെ തയ്യാറാക്കൂ. പരമാത്മാ ഭൂമിയിൽ വന്ന് നൽകുന്ന ഈ ഗീതാജ്ഞാനം കൊണ്ട് അല്ലേ മാനവരാശിക്ക്, ഭാരതീയർക്ക് എത്രത്തോളം ഇതിൻ്റെ ഗുണമുണ്ടാകും. ഇത്രയുമെല്ലാം ആയപ്പോൾ ഗീതാ സന്ദേശം വ്യാപിക്കാൻ ആരംഭിച്ചു. ഇവർ ബുദ്ധിപൂർവമാണ് സംസാരിക്കുന്നത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ തുടങ്ങി. ബാബയുടെ മക്കൾ സേവനം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ പതുക്കെ പതുക്കെ ആൾക്കാരുടെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി. അവർ അന്ധമായി മതാചരണം നടത്തുകയല്ല എന്നും ആൾക്കാർക്ക് ബോധ്യമായി. ഇവർ പറയുന്നത് പോലെ ചെയ്യുന്നവരാണെന്ന് ബോധ്യപ്പെടാൻ തുടങ്ങി. ഉന്നത സ്ഥാനീയരായ പലരും പല പ്രമുഖരായ വ്യാപാരികളും വ്യവസായികളും രാജയോഗ്യകളാകാൻ താൽപ്പര്യപ്പെട്ട് തുടങ്ങി. ഡോക്ടർമാർ തങ്ങളുടെ രോഗികളോട് രാജയോഗം അഭ്യസിക്കാനും ശുപാർശകൾ ചെയ്തു. ഗുണഫലങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ രാജസ്ഥാനിലെ ഉയർന്ന പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് താഴേക്ക് വ്യാപിച്ചുകൊണ്ടിരുന്ന ഉന്നത ആദർശങ്ങളെപ്പറ്റി രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ ഉന്നതങ്ങളിൽ വാസ്തവത്തിൽ ആരാണ് ഇരിക്കുന്നത്? അബുവിലിരുന്നുകൊണ്ട് ആരാണ് ഈ വിശ്വസേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് അവർക്ക് മനസ്സിലായില്ല. ഒരു നല്ല കാര്യമാണെന്ന് തോന്നൽ തുടങ്ങി. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ശിവബാബയാണെന്ന് ആൾക്കാർക്ക് ബോധ്യമായില്ല. സർവീസ് സെൻ്ററുകൾ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു. എങ്കിലും പുതിയ കുട്ടികൾക്ക് ഉത്തേജനം നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നു. സേവാകേന്ദ്രങ്ങൾ പുതിയതായി, പുതിയ കുട്ടികളും ബാബയ്ക്ക് ജന്മം എടുത്തു തുടങ്ങി. പക്ഷേ പുതിയ കുട്ടികളെല്ലാം മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ ബാബയിലേക്ക് അടുപ്പിക്കാൻ. ബാബ് ദാദയുടെ മഹാവാക്യങ്ങൾ പൂർണ്ണമായി ആ സമയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത് ആരാണ്? മമ്മ ജഗദംബ സരസ്വതി. ഇനി നമുക്ക് മമ്മയുടെ സേവനങ്ങളെക്കുറിച്ച് കേൾക്കാം. മമ്മ
മധുവനത്തിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സേവനം ആരംഭിച്ചു. ആ സേവാചരിത്രം അതുവരെ യജ്ഞത്തിൽ കറാച്ചിയിലാണെങ്കിലും മൗണ്ട് അബുവിൽ വന്നിട്ടാണെങ്കിലും ബാബയോടൊപ്പം യജ്ഞത്തിലിരുന്നു കൊണ്ടുള്ള സേവനമായിരുന്നു. ഇനി യജ്ഞത്തിന് അകത്തെ സേവ കഴിഞ്ഞിട്ട് മമ്മ വിശ്വസേവയ്ക്ക് വേണ്ടി ഭാരതമെമ്പാടും സേവാർത്ഥം മമ്മയുടെ പര്യടനത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സേവത്തിന് വേണ്ടിയിട്ടുള്ള മമ്മയുടെ പര്യടനം, അതിലൂടെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അഭിവൃദ്ധി. ഓരോ ദിവസവും മധുബനിൽ കത്തുകളുടെ പ്രവാഹം തന്നെ ഉണ്ടാകുമായിരുന്നു. വിദൂരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സെൻറ്ററുകളിൽ മമ്മയെ ക്ഷണിച്ചുകൊണ്ട് കുട്ടികൾ കത്തെഴുതിക്കൊണ്ടേയിരുന്നു. ഓരോ സ്ഥലത്തെയും കുട്ടികൾ, അമ്മേ, സ്നേഹനിധിയായ മമ്മ, മമ്മ എപ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരിക? ഞങ്ങൾ എത്ര നാളായി കാത്തിരിക്കുന്നു. ശാന്തസ്വരൂപിണി, ഞങ്ങൾക്ക് പ്രചോദനം നൽകാനായി പാടൂ. പുതുജീവിതത്തിനുള്ള ആശ ഞങ്ങളിൽ നിറയ്ക്കൂ. അമ്മേ ദേവി, ഈ കൊച്ചു നക്ഷത്രങ്ങൾക്ക് ചന്ദ്രൻ്റെ പ്രകാശം പകർന്നു നൽകൂ. ഇങ്ങനെയെല്ലാം മമ്മയ്ക്ക് ക്ഷണം നൽകിക്കൊണ്ടുള്ള ക്ഷണപത്രികകൾ ബാബയ്ക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി കുട്ടികൾ പല ഭാഗത്തു നിന്ന്. അങ്ങനെ അവസാനം ബാബ തീരുമാനമെടുത്തു മമ്മയെ സേവനത്തിനായി പുറത്തേക്ക് വിടാൻ. 1956 നവംബറിൽ ജഗദംബ സരസ്വതി മധുബനത്തിൽ നിന്ന് കാൺപൂരിലേക്ക് യാത്ര തിരിച്ചു. ആദ്യത്തെ സേവായാത്ര മമ്മയുടെ കാൺപൂരിലേക്ക്. ശിവൻ്റെ ശക്തി സേനയിലെ പ്രമുഖ ശിവശക്തി സേനയുടെ പ്രമുഖ അല്ലേ മമ്മയാണല്ലോ. വിശേഷിച്ച് ഈ സേനയിൽ, ശിവശക്തിയിൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ശക്തി സേനയെ നയിച്ചത്. ഈശ്വരി ആശ്രമത്തിൽ നിന്ന് മമ്മ പുറത്തേക്കിറങ്ങി. ഭാരതത്തിൻ്റെ തെരുവുകളിൽ ആദ്യ ദേവി കാൽനടയായി സഞ്ചരിക്കാൻ ആരംഭിച്ചു. മമ്മ കാൺപൂരിലെത്തുമ്പോൾ വലിയ സ്വീകരണം അവിടെ ഏർപ്പാടാക്കിയിരുന്നു. പ്രഭാത ക്ലാസ്സുകളിൽ ഒരു വലിയ ജനക്കൂട്ടത്തോട് തന്നെയാണ് മമ്മ സംസാരിച്ചിരുന്നത്. പുതിയ കുട്ടികൾ മമ്മയുടെ ക്ലാസ്സുകൾ കേട്ടിട്ട് പുത്തൻ ഉണർവ് നേടി. പ്രസ് കോൺഫറൻസുകൾ നടത്താനും പ്രൈവറ്റ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും മമ്മ സമയം കണ്ടെത്തി. ആരുമായെല്ലാം കൂടിക്കാഴ്ച നടത്തിയോ ആ എല്ലാവരിലും അമ്മ സ്നേഹം ചൊരിഞ്ഞു. അമ്മയെ കാണാൻ അവസരം കിട്ടിയവർക്കെല്ലാം ആ മമതാമയി ദേവി സ്നേഹത്തിൻ്റെ തൂവൽ സ്പർശം നൽകുകയായി. മമ്മയുടെ പ്രഭാഷണങ്ങളെക്കുറിച്ച് പത്രങ്ങളിൽ പ്രത്യക്ഷമായി. മമ്മയെപ്പറ്റി പത്രങ്ങൾ എഴുതിയ ലേഖനങ്ങൾ വായിച്ച് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ മമ്മയെ കാണാൻ ഓടിക്കൂടി. കണ്ടവർ ആശ്ചര്യപ്പെട്ടു. എന്നേക്കുമായി പരിവർത്തനപ്പെട്ട് അവർ തിരിച്ചുപോയി. ഇതുപോലൊരു വ്യക്തിയെ തീർച്ചയായും അവർ അതിനു മുൻപ് കണ്ടിരുന്നില്ല. അത്ര ഉന്നതമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു നമ്മുടെ മാതാവ്, യജ്ഞമാതാവ്. ഒരു കവി മമ്മയോടുള്ള തൻ്റെ സ്നേഹഭാവന ഈ വരികളിലാണ് പകർത്തിയത്. മമ്മയോടുള്ള തൻ്റെ സ്നേഹം കവിതയായിട്ട് എഴുതി. അമ്മേ, ശക്തിമയീ ജഗദംബേ, ലോകമാതാവേ, ജ്ഞാനപ്രകാശദായികേ, നീ നയിക്കുന്ന ഓരോ ആത്മാക്കളെയും ഉന്നതങ്ങളിലേക്ക്. അവരിന് ഹൃത്തിനുള്ളിലെ തമസ്സകറ്റി ഓരോ ഹൃദയത്തിലും നീ ശാന്തി നിറയ്ക്കുന്നു.
എന്ന് തുടങ്ങി വലിയൊരു കവിത ആ കവി മമ്മയോടുള്ള സ്നേഹാദരവ് പ്രകടിപ്പിക്കാനായി എഴുതി സമർപ്പിച്ചു. മമ്മയുടെ വാക്കുകളേക്കാൾ മനോഹരമായി തോന്നുന്നത് മമ്മയുടെ നിശബ്ദതയായിരുന്നു. സൈലൻസിൻ്റെ ശക്തി മമ്മയിൽ നിന്നൊഴുകിയിരുന്നു. ആ ശാന്തിയുടെ ശക്തി വളരെയധികം പേരെ ആകർഷിച്ചിരുന്നു. ഒരിക്കൽ പ്രസംഗവേദിയിൽ വെച്ച് മമ്മയെ സദസ്യർക്ക് പരിചയപ്പെടുത്താനായി എഴുന്നേറ്റ ഒരു മാന്യൻ മമ്മയുടെ നേർക്ക് തിരിഞ്ഞു. മമ്മയെ നോക്കിക്കൊണ്ട് മമ്മയെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. മമ്മയുടെ മുഖത്തേക്ക് നോക്കിയ അദ്ദേഹത്തിന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല സംസാരിച്ച്. എന്താ കാര്യം? മമ്മയുടെ മാലാഖ രൂപം കണ്ട് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ മമ്മയെ നോക്കുമ്പോൾ കണ്ണിൽ നിറഞ്ഞത് മമ്മയുടെ മാലാഖ രൂപമാണ്. അദ്ദേഹം സ്തംഭിച്ചു പോയി. മമ്മ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റിയില്ല സ്വാഗത പ്രസംഗം മമ്മയെ പ്രതിയുള്ള. മമ്മ എഴുന്നേറ്റ് സ്റ്റേജിൻ്റെ നടുവിലേക്ക് പോയി. നിശബ്ദമായ ഒരു ചൈതന്യ പ്രകാശമായി അവിടെ ജ്വലിച്ചു നിന്നു. സദസ്സിലുണ്ടായിരുന്ന ഓരോ ആത്മാവിനെയും മമ്മ ദൃഷ്ടി കൊണ്ട് ഒഴിഞ്ഞു. എല്ലാവർക്കും ദൃഷ്ടിയിലൂടെ സായുജ്യം നൽകി. ആ അതീന്ദ്രിയ സുഖം വർണ്ണിക്കാൻ വാക്കുകൾക്കാവില്ല. മമ്മയുടെ ദൃഷ്ടി കിട്ടിയവർക്ക് ഈശ്വരീയ സ്നേഹം ഓരോ ആത്മാവും അനുഭവിച്ചു. മമ്മയുടെ ദൃഷ്ടി കിട്ടിയപ്പോൾ യജ്ഞത്തിൽ ദൃഷ്ടിക്ക് ഏറ്റവും കൂടുതൽ മഹത്വം ഉണ്ടല്ലോ. ബാബയും ദൃഷ്ടിയിലൂടെയാണ് നമ്മുടെ സൃഷ്ടി നടത്തിയത്. ബാബയുടെ അവതരണ സമയത്തും അല്ലെ, ബാബ മുരളി പറയുന്നതിന് മുമ്പും മുരളി പറയുന്നതിൻ്റെ ഇടയിലും മുരളിക്ക് ശേഷവും എല്ലാം വിശേഷാൽ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രഭുമിലനം നടക്കുമ്പോഴെല്ലാം ബാബ സൈലൻസിൻ്റെ സകാശ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വൈബ്രേഷൻസ് നൽകും ദൃഷ്ടിയിലൂടെ, അല്ലേ? അനുഭവമായിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും. അതേപോലെ നമ്മൾ ഏത് ബ്രാഹ്മണരെ കണ്ടാലും ദൃഷ്ടിയിലൂടെ വൈബ്രേഷൻ സ്വീകരിക്കണം, ദൃഷ്ടിയിലൂടെ വൈബ്രേഷൻ കൊടുക്കണം. അതിനാണ് ബാബ ഓം ശാന്തി എന്ന് പറയാൻ നമ്മളെ പഠിപ്പിച്ചത്. ആരെ കണ്ടാലും നമ്മൾ ഹലോ ഹൗ ആർ യു എന്നല്ലല്ലോ ചോദിക്കുക. നമ്മളെന്താ പറയുക? ഓം ശാന്തി പറയുന്ന സമയത്ത് എന്താ ഓർമ്മ വരണം? ഞാൻ ഓമാണ്, ശാന്തസ്വരൂപാത്മാവാണ്, ബാബയുടെ കുട്ടിയാണ്. ആരെ കാണുന്നോ അവരെ പ്രതിയും അല്ലേ, അവരുടെ നെറ്റിത്തടത്തിൽ ആത്മാവിനെ കണ്ടുകൊണ്ട് ഒരു സെക്കൻഡ് ബാബയെ ഓർമ്മിച്ച് ബാബയിൽ നിന്ന് ശാന്തിയുടെ ശക്തി കിരണങ്ങൾ ആത്മാവിൽ നിറയുന്നത് ആത്മാവിനൊരു വരദാനം. ദൃഷ്ടിയിലൂടെ ഒരു സങ്കല്പം, വൈബ്രേഷൻ കൊടുക്കുക. അതിനാണ് ഓം ശാന്തി എന്ന് നമ്മളെ പറയാൻ പഠിപ്പിച്ച്. ഓം ശാന്തി പറഞ്ഞിട്ട് നമ്മൾ അവിടേക്കും ഇവിടേക്കും തിരിഞ്ഞുകൊണ്ട് ആ ഓം ശാന്തി ഇങ്ങനെയല്ല പറയണ്ടേ. പിന്നെയോ ദൃഷ്ടിയിൽ നോക്കി ദൃഷ്ടി കൊടുത്ത്, ഒന്നുകിൽ കണ്ണുകളിൽ അല്ലെങ്കിൽ പുരിക മധ്യത്തിൽ നോക്കിക്കൊണ്ട് ഹൃദയത്തിൽ നിന്നുള്ള വരം കൊടുക്കലാണ്, വരം വാങ്ങലാണ്. അതുകൊണ്ട് നമ്മൾ ബ്രാഹ്മണരെപ്പോൾ കണ്ടാലും പരസ്പരം ഒരു സെക്കൻഡ് എങ്കിലും ആദ്യം ആത്മീയ ദൃഷ്ടിയിലൂടെ വേണം സംസാരിക്കാൻ. അതിനുശേഷം മാത്രമേ ബാക്കി സംസാരം നടത്താവൂ. ദൃഷ്ടിയെടുക്കുക, ഓം ശാന്തി പറയുന്നതിനോടൊപ്പം ദൃഷ്ടിയെടുക്കുകയും കൂടി ചെയ്യാം. അതിനുശേഷം വേണം നമുക്ക് എന്ത് പറയാനുണ്ടോ. ബാബ വീട്ടിൽ പോയാലും ആദ്യം സെൻറ്ററിൽ ആരെ കാണുന്നു, നിമിത്താത്മാക്കളെ ആണെങ്കിലും ഏത് ബ്രാഹ്മണ പരിവാരത്തിലെ കുടുംബാംഗങ്ങളെ ആരെ കണ്ടാലും ഈശ്വരീയ കുടുംബാംഗങ്ങൾ, കാരണം നമുക്കല്ലേ ഈ ദൃഷ്ടിയുടെ മഹത്വം അറിയും, മറ്റുള്ളവർക്ക് അറിയില്ല. മറ്റുള്ളവരെ പ്രതി നമ്മൾ ശുഭാവനകൾ വയ്ക്കണം. പക്ഷേ ബ്രാഹ്മണർക്ക് പരസ്പരം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ പകുതി സമയമെങ്കിലും ദൃഷ്ടിയിലൂടെ വൈബ്രേഷൻ നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ട് വേണം ബാക്കി കാര്യവ്യവഹാരങ്ങൾ ചെയ്യാൻ. സെൻറ്ററിൽ പോയാൽ നിങ്ങൾ പുതിയ കുട്ടികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. നിമിത്തമായവരിൽ നിന്ന് ദൃഷ്ടിയെടുക്കുക,
പോകുമ്പോഴും അതേപോലെ സെൻറ്ററിൽ നിന്ന് ബാബയുടെ അടുത്ത് പോയി ക്ലാസ് കേൾക്കാനാണെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാനാണെങ്കിലും തിരിച്ചു പോകുമ്പോഴും ദൃഷ്ടി സ്വീകരിച്ചിട്ട് പോവുക. അതുകൊണ്ടാണ് നമ്മൾ വരുമ്പോഴും ഓം ശാന്തി പറയും, പോകുമ്പോഴും ഒരു ഓം ശാന്തി പറയും. സെൻറ്ററിൽ നിമിത്തമായവരോട് എന്തിന്? ദൃഷ്ടി എടുക്കാനും ദൃഷ്ടി കൊടുക്കാനും. അപ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് വരദാനം കൊടുക്കുകയും വാങ്ങുകയും വേണം. അതുപോലെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, നമ്മൾ മധുബനി പോകുമ്പോൾ, ബാബ വീട്ടിൽ പോകുമ്പോൾ, ഏത് ബ്രാഹ്മണരെ കണ്ടാലും നിമിത്താത്മാക്കളെ കണ്ടാലും ആദ്യം ദൃഷ്ടിക്കാണ് മഹത്വം, ആത്മീയ ദൃഷ്ടിക്ക്. അതുകൊണ്ടല്ലേ നമ്മൾ ബാബ വീട്ടിലാണെങ്കിലും എല്ലാവരും മത്സരിച്ച് ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിൽ അല്ലേ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഏറ്റവും ഫ്രണ്ടിലിരിക്കാൻ? ദൃഷ്ടിയുടെ മഹത്വം അറിയുന്നതുകൊണ്ടാണ്. ദൃഷ്ടി മറയാതിരിക്കാൻ മുഴുവൻ സമയം അല്ലേ നമുക്ക് ബാബയുടെ മുരളി കിട്ടുമ്പോൾ ആരിലൂടെയാണോ ബാബ മുരളി തരുന്നത് ദൃഷ്ടി, ആ ദൃഷ്ടിയിലൂടെ ബാബയുടെ വൈബ്രേഷൻ കിട്ടാൻ. ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഓരോ മഹരഥി ആത്മാക്കളുടെയും വൈബ്രേഷൻ സ്വീകരിക്കാൻ. മധുവനത്തിൽ പോകുമ്പോഴും അതേപോലെ. ബാബ അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ മമ്മയുടെ കാര്യങ്ങളാണല്ലോ നമ്മൾ കേൾക്കണേ. മമ്മയുടെ വാക്കുകളേക്കാൾ മനോഹരമായി തോന്നിയിരുന്നത് മമ്മയുടെ നിശബ്ദതയിൽ, സൈലൻസിലിരുന്നുകൊണ്ട് മമ്മ ദൃഷ്ടി നൽകിയിരുന്നതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരെയും ആകർഷിച്ചിരുന്നത്. അതിനൊരു ഉദാഹരണം പറയാണ്. ഒരിക്കൽ പ്രസംഗവേദിയിൽ വെച്ച് മമ്മയെ സദസ്യർക്ക് പരിചയപ്പെടുത്താനായി എഴുന്നേറ്റ മാന്യൻ മമ്മയുടെ നേർക്ക് തിരിഞ്ഞു നോക്കിയതും ആൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. മമ്മയുടെ മാലാഖ രൂപം കണ്ടിട്ട് സ്തംഭിച്ചു. അപ്പോഴേക്കും മമ്മ എഴുന്നേറ്റ് സംസാരിക്കാനായിട്ട് സ്റ്റേജിൻ്റെ നടുവിലേക്ക് പോയി. നിശബ്ദമായൊരു ചൈതന്യ പ്രകാശം പോലെ മമ്മ അവിടെ ജ്വലിച്ചു നിന്നു. സദസ്സിലുണ്ടായിരുന്ന ഓരോ ആത്മാവിനെയും ആ ദൃഷ്ടി ഒഴിഞ്ഞു. അതീന്ദ്രിയ സുഖം വർണ്ണിക്കാനേ കഴിയില്ല ആ സമയത്തെ. ഈശ്വരീയ സുഖം വർണ്ണിക്കാൻ വാക്കുകൾക്കാകില്ല. മമ്മയുടെ ദൃഷ്ടിയിലൂടെ ഈശ്വരീയ സ്നേഹം ഓരോ ആത്മാവും അനുഭവം ചെയ്തു. ഒരു മാസ്മരിക ശക്തിക്ക് അടിമയായതുപോലെ നിശബ്ദമായിരുന്നു എല്ലാവരും ദൃഷ്ടി കിട്ടിയപ്പോൾ. അവിടെ കിട്ടിയ അനുഭവം അവർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. സൈലൻസിലൂടെ കിട്ടിയ അനുഭവം. മമ്മയുടെ ശ്രേഷ്ഠമായ സാന്നിധ്യം ആ പ്രസംഗ മണ്ഡപത്തെ ഒരു പരിശുദ്ധ ദേവാലയമാക്കി മാറ്റി. കണ്ണുകളിൽ നിന്ന് സ്നേഹാശ്രുക്കൾ പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ആ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. സൈലൻസിലൂടെ നടന്ന സേവനം. ബാബ എപ്പോഴും പറയില്ലേ, സൈലൻസിലാണ് പവർ ശബ്ദത്തേക്കാൾ. മമ്മ പതുക്കെ സംസാരിക്കാൻ ആരംഭിച്ചു. നിങ്ങൾക്ക് ഈശ്വരനെ കിട്ടണമെന്ന് ആഗ്രഹമില്ലേ? ആ കണ്ണുകൾ സ്പഷ്ടമായി ചോദിക്കുകയായിരുന്നു. നിങ്ങൾ ആരെയാണോ ഇത്രയും കാലമായി വിളിച്ചിരുന്നത്, ആ ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? പവിത്രമായിരിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? വികാരം നിറഞ്ഞ ഈ ചുളിക്കുണ്ടാണോ പ്രകാശം നിറഞ്ഞ ഈശ്വരീയ ജീവിതത്തേക്കാൾ കാമ്യമായി നിങ്ങൾക്ക് തോന്നുന്നത്? കലിയുഗി ചുളിക്കുണ്ടാണോ ഇഷ്ടം? ഈശ്വരീയ ലോകമാണോ? മമ്മ ചോദ്യങ്ങൾ ചോദിച്ചു. മമ്മയുടെ ആത്മാവ് ഏവർക്കും കാണാൻ കഴിയുന്നത് പോലെ മമ്മയുടെ ആത്മാവ് നെറ്റിത്തലത്തിൽ തിളങ്ങി നിന്നുകൊണ്ട് ആ കണ്ണുകൾ വഴി സംസാരിക്കുകയായിരുന്നു. മമ്മ ദൃഷ്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മമ്മ ചോദിക്കുന്നത് പോലെ എല്ലാവർക്കും തോന്നി. ആ കണ്ണുകളിൽ നിന്ന് പ്രവഹിച്ച സ്നേഹത്തിൻ്റെ ശക്തിയുടെ പ്രകാശം മറ്റാത്മാക്കൾക്ക് ഏറ്റുവാങ്ങാൻ കഴിയാത്തതുപോലെ തോന്നി. മമ്മയുടെ കണ്ണിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്ന ലൈറ്റും മൈറ്റും അവരുടെ
കണ്ണുകൾ മന്ത്രിച്ചു, നിൽക്കൂ. ഇത്രയും ശക്തി ഏറ്റുവാങ്ങാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. മമ്മയുടെ ദൃഷ്ടിയിലൂടെ കിട്ടിയ ശക്തി, ഇത്രയും ശക്തി താങ്ങാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഈശ്വരീയ രാജ്യത്തിനടുത്തേക്ക് നടന്നു നീങ്ങാൻ ഇനിയും ഞങ്ങൾ യോഗ്യത നേടിക്കഴിഞ്ഞിട്ടില്ല. മമ്മയുടെ ദൃഷ്ടിയുടെ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടി മമ്മയുടെ ചുണ്ടുകൾ പാടാൻ തുടങ്ങി. ആദ്യം ദൃഷ്ടിയിലൂടെ വൈബ്രേഷൻ കൊടുത്തു. ഇനി അത് ടച്ച് ചെയ്യാൻ ആർക്ക് ഫീൽ ചെയ്തില്ലയോ മമ്മ പാട്ട് പാടാൻ തുടങ്ങി ബാബയുടെ. ആ മധുര ശബ്ദത്തിൻ്റെ വീജികൾ ആ പരിസരം മുഴുവൻ സന്തോഷത്തിൻ്റെ അലകൾ നിറച്ചു. ആ ഇമ്പമേറിയ ഗാനം മരുഭൂമിയിൽ കൂടി പ്രവഹിക്കുന്ന ശീതള ജലം പോലെ അവർക്ക് അനുഭവപ്പെട്ടു. മമ്മ പാട്ട് പാടുമ്പോൾ ആ ശബ്ദം കേട്ട ഓരോ ആത്മാവിൻ്റെയും ഉള്ളിൽ മാറ്റങ്ങൾ അനുഭവമാക്കുകയായിരുന്നു. മമ്മയുടെ മാധുര്യമേറിയ പാട്ട് കേട്ടിട്ട് ആ കണ്ണുകൾ, ആ ശബ്ദം എല്ലാം അവരിൽ മായാത്ത ഒരു മുദ്ര പതിപ്പിക്കുകയായിരുന്നു. ആദ്യം മമ്മ ദൃഷ്ടി കൊടുത്തു വൈബ്രേഷനിൽ, പിന്നെ മമ്മയുടെ വാക്കുകൾ പാട്ടായിട്ട് മമ്മയുടെ ശബ്ദം തന്നെ എല്ലാവരുടെ ഉള്ളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. ആ സായാഹ്നത്തിൽ നടന്ന വിശേഷമായ ഈ കാര്യങ്ങൾ ഭാരതം മുഴുവൻ തന്നെ അറിഞ്ഞു. കാൺപൂരിൽ നടന്ന സേവനം മമ്മയിലൂടെ. അന്ന് ആ സദസ്സിലുണ്ടാകാൻ ഭാഗ്യം ലഭിച്ച ആത്മാക്കൾക്കെല്ലാം, എല്ലാവർക്കും തന്നെ മുഴുവൻ കൽപ്പത്തിലും ഇതുപോലെ സ്നേഹം ഞങ്ങൾക്കൊരിക്കലും ആരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന അനുഭവമായിരുന്നു. മുഴുവൻ കൽപ്പത്തിൽ ഇതുപോലൊരു ആത്മീയ സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിരുന്നു. ഇതിനുശേഷം അമ്മയെ പല സ്ഥലങ്ങളിലേക്കും ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകളുടെ ഒരു പ്രവാഹം തന്നെ ആരംഭിച്ചു. കാൺപൂരിലെ സേവനത്തിന് ശേഷം അതിൻ്റെ ന്യൂസ് ഭാരതത്തിലെല്ലാം പോയി പറഞ്ഞില്ലേ. പിന്നെ മമ്മയ്ക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ക്ഷണം വന്നു. അങ്ങനെ മമ്മ ഡൽഹിയിലെത്തി. കാൺപൂർ കഴിഞ്ഞ് ഡൽഹി. മമ്മ ട്രെയിൻ മാർഗമാണ് ഡൽഹിയിലെത്തിയത്. വെള്ള വസ്ത്രമണിഞ്ഞ അനേകം യോഗികൾ മമ്മയെ സ്റ്റേഷനിൽ കാണാനെത്തി, റിസീവ് ചെയ്യാൻ. ഓരോ മുഖത്തും മധുരമായ പുഞ്ചിരി നിറഞ്ഞിരുന്നു. പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ആൾക്കാർ ഇതെല്ലാം ശ്രദ്ധിച്ചു. അവർ വിചാരിക്കാൻ തുടങ്ങി, ആരാണാവോ വരുന്നത് ട്രെയിനിൽ? എന്തിനാണ് ഇത്രയും അധികം ആളുകൾ കൂടിയിരിക്കുന്നത്? ആരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്? എന്താണ് ഇവരുടെ എല്ലാം ഈ സന്തോഷത്തിൻ്റെ ആധാരം? അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ അവിടെ കൂടിയ ബ്രഹ്മകുമാർ കുമാരിമാർ ബാബയുടെ ജ്ഞാനമടങ്ങിയ നോട്ടീസുകളും അവിടെ വിതരണം ചെയ്തു. മമ്മയെ കാണാൻ വന്ന സമയത്തും പ്ലാറ്റ്ഫോമിൽ നോട്ടീസ് സേവനം ചെയ്തു. മമ്മയുടെ വിശേഷതകളെക്കുറിച്ച്, ആരാ വരാൻ പോണേ, ഞങ്ങളാരെ സ്വീകരിക്കാൻ എത്തിയത്, മമ്മയുടെ മഹിമയും പറഞ്ഞു. ഈ യോഗികളുടെ സന്തോഷം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ഓരോ വ്യക്തികളിലും ആനന്ദം നിറച്ചു. ആ സമയത്ത് സ്റ്റേഷനിലുണ്ടായിരുന്ന എല്ലാവർക്കും സന്തോഷമായി. അവരും മമ്മയ്ക്ക് വേണ്ടി കാത്തുനിന്നു. ആരാണ് വരുന്നതെന്ന് കേട്ട സമയത്ത് മമ്മയെ കാണാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ആൾക്കാരും ഓടി വന്നു. ട്രെയിനെത്തി. എല്ലാവരും അമ്മയ്ക്ക് ചുറ്റും കൂടി. ഓരോരുത്തർക്കും തനിക്കായിരിക്കണം ആദ്യ ദർശനം കിട്ടേണ്ടത് എന്ന ചിന്തയായിരുന്നു. അമ്മയുടെ ദൃഷ്ടി ആദ്യം എനിക്ക് കിട്ടണം, ആ ലക്ഷ്യമായിരുന്നു എല്ലാവർക്കും. പ്രകാശിക്കുന്ന മുഖവുമായി മമ്മ ട്രെയിനിൽ നിന്ന് താഴേക്കിറങ്ങി. കാത്തു നിന്ന് അവർക്കൊട്ടും നിരാശ തോന്നിയില്ല. അവരുടെ സന്തോഷം സുഖം നിറഞ്ഞ അനുഭൂതിയായി മാറി. അവരുടെ സന്തോഷം സുഖം നിറഞ്ഞ അനുഭൂതിയായി.
മമ്മയെ കണ്ട അവരുടെ മനോവികാരങ്ങൾ വർണ്ണിക്കാൻ വാക്കുകളില്ല. ഇത് സത്യമായും ലോകമാതാവായ വരദായിനിയായ സരസ്വതി ദേവി തന്നെയാണ്. പുരാണങ്ങളിൽ ഹംസവാഹിനി എന്ന് സങ്കല്പിക്കുന്ന അതേ ദേവത തന്നെയാണിത്. മമ്മയുടെ കാന്തശക്തി നിറഞ്ഞ വ്യക്തിത്വം ഓരോ ആത്മാവിനെയും ഈശ്വരനിലേക്ക് ആകർഷിച്ചു. അത്ര ആകർഷണീയമായിരുന്നു മമ്മയുടെ പേഴ്സണാലിറ്റി. ഇനി മമ്മയെ അവരെങ്ങനെ എപ്രകാരം സ്വീകരിച്ചു, മമ്മ എങ്ങനെ സേവനങ്ങൾ ചെയ്തു, അത് നമുക്ക് ബാക്കി നാളെ കേൾക്കാം. മമ്മയുടെ റിസപ്ഷനും അതിനുശേഷം മമ്മയിലൂടെ ഡൽഹിയിൽ നടന്ന സേവനങ്ങളെക്കുറിച്ച്. പിന്നെന്താണ് കേട്ടത്? ജഗദംബ സരസ്വതിയുടെ അല്ലേ ഈശ്വരീയ സേവനങ്ങൾക്കായിട്ടുള്ള പുറപ്പാട്. സ്വയം സരസ്വതി ദേവി, വിദ്യാദേവി ഭാരതമെമ്പാടും സഞ്ചരിച്ച് വിശ്വമംഗളകാരിയായ ബാബയുടെ സേവനം ചെയ്ത ആ സേവനത്തെക്കുറിച്ച് ആണ് നമ്മൾ ഇത്രയും സമയം കേട്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ബാബയുടെ ഓർമ്മയിലിരുന്ന് പൂർത്തിയാക്കാം അല്ലെ. ഒരു പ്രത്യേക മഹാവാക്യം നമ്മൾ ഇന്നെല്ലാം കേട്ടില്ലേ? ശബ്ദത്തെക്കാളും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്നത് ദൃഷ്ടിയാണ്, ശാന്തിയുടെ ശക്തിയാണ്. ആ പോയിന്റിനെ കുറിച്ച് ചിന്തിക്കണം. ഓം ശാന്തി. अमर कहानी ब्रह्मा की, अमर कहानी ब्रह्मा की, स्वर्णिम दुनिया लाएगी, स्वर्णिम दुनिया लाएगी। उनकी त्याग तपस्या सेवा, उनकी त्याग तपस्या सेवा शिव की झलक दिखाएगी। अमर कहानी ब्रह्मा की। विश्व शांति की क्रांति इस धरती पर लाई, बदलेगा इतिहास विश्व का, ये धरती ने अंगड़ाई। लेकर झंडा हाथ में शिव का, लगा विश्व कल्याण में, लगा दिया तन मन धन अपना, मानव के उत्थान में। हो संसार परिवर्तन अब, हो संसार परिवर्तन अब, कली कली अब मुस्काएगी। अमर कहानी ब्रह्मा की।